സിഎംആർ ലെക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ശശിധരൻ കർത്തയുടെ മകളെ ഇഡി ചോദ്യം ചെയ്യുന്നു. ഷിബി കർത്തയെ കൊച്ചി ഓഫീസിലാണ് ചോദ്യം ചെയ്യുന്നത്. സിഎംആർ കമ്പനിയുടെ ഡയറക്ടറാണ് ഷിബി കർത്ത. എസ് ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, ഈ പേര് ഷിബി കർത്തയുടെ പേര് അത്രയധികം കേട്ടിട്ടില്ല. ശരണുമായി ബന്ധപ്പെട്ടാണ് ഇതുവരെ ഉണ്ടായിരുന്ന ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ. എന്താണ് സംഭവം? എപ്പോഴാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നത്? മാധു, അല്പസമയം മുമ്പാണ് ശശിധരൻ കർത്തയുടെ മകളായ CBS കർത്ത കൊച്ചി ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. എന്തായാലും നേരത്തെ 9 പേർക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട സമൻസ് അയച്ചിരുന്നതിൽ. അതിൽ ഒരാളാണ് CBS കർത്ത. CBS കർത്തയ്ക്ക് ഇന്ന് ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അവർ കൊച്ചി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അല്പസമയത്തിനകം തന്നെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്യും. ശരണസ് കർത്ത അടക്കമുള്ളവർക്കും സമൻസ് അയച്ചിരുന്നതാണ്. എന്നാൽ ശരണസ് കർത്ത ഇന്ന് ഹാജരായിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ED മറ്റൊരു ദിവസത്തേക്ക് ഡേറ്റ് നൽകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ CMR ലെക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് ED കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഒരു വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് EDക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ റെയ്ഡിന് പിന്നാലെ തന്നെ സമൻസ് അയച്ചുകൊണ്ടൊരു വിശദമായ ചോദ്യം ചെയ്യലാണ് അവർ നിലവിൽ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മറ്റന്നാളാണ് വീണ ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട സമൻസ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും വീണ ടി ഹാജരായിരുന്നില്ല. അപ്പോൾ ഇതിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 2 ആഴ്ചത്തെ സാവകാശം അനുവദിക്കണമെന്നുള്ള ആവശ്യവും അവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത്രയേറെ സാവകാശം അനുവദിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മറ്റന്നാളത്തേക്ക് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒരു വശത്ത് CMRL ഉദ്യോഗസ്ഥരടക്കം CMRL ഉന്നതിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉള്ളത്. നേരത്തെ ഈ 12 ഇടങ്ങളിൽ ഒരേ സമയം 12 ഇടങ്ങളിൽ റെയ്ഡുകൾ നടത്തുകയും നിർണായകമായിട്ടുള്ള രേഖകൾ അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നതാണ്. ഇനി സ്വാഭാവികമായിട്ടും ഈ CMRL ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴികൾ ശേഖരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ CMRL ഉന്നതിൽ നിന്ന് ശശിധരൻ കർത്ത നിലവിൽ ആരോഗ്യ അവസ്ഥ മോശമാണ്. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സാധ്യതയില്ല. എന്നാൽ ശരണസ് കർത്തയെയും ഒപ്പം ഈ CBS കർത്ത അടക്കമുള്ളവരെ ചോദ്യം ചെയ്തുകൊണ്ട് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിൽ കൂടിയാണ് ED ഉള്ളത്. നേരത്തെ CMRL ഡയറിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ പക്കലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ വിവരങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് വിശദമായ അന്വേഷണത്തിലേക്കാണ് ED നീങ്ങുന്നത്. നിലവിൽ ആദ്യഘട്ടത്തിൽ അവർ ദിവസം 12 ഇടങ്ങളിലാണ് അന്ന് റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നത്. അതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സമൻസ് അയച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.